എന്താടാ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഉടക്കും മട്ട് തുടങ്ങിയോ കശപിശ? കശപിശയോ? അതെന്തോന്നു? ആ തുടക്കത്തിലേ നല്ല ചക്കരയും പുന്നാരയും ഒക്കെ ആയിരിക്കും. ഇത്തിരി കഴിയുമ്പോ ആ ടോൺ അങ്ങ് മാറും. ഈ കൊടുങ്കാട്ടിലേക്ക് അടുക്കുമ്പോഴേ കാടിന്റെ ഒരു ടോണില്ലേ, ആ അതുപോലെ. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്ന ബുദ്ധി പൊട്ടബുദ്ധിയാണെന്നാ ദീപു പറയുന്നത്. പൊട്ടയാണോ നല്ലതാണോന്നേ അല്പം കഴിഞ്ഞറിയാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ അതെ. ആ ദേ നിന്റെ ബുദ്ധി ഒരു പോറൽ പോലെ എനിക്കത് വരുന്നത് കണ്ടില്ലേ? തന്തപ്പടിയും മോളും. ഇവിടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കാണിച്ച അതേ ഇന്റലിജൻസും സ്മാർട്ട്നെസ്സും ഒക്കെ അതുപോലെ ഉണ്ട്. ഞാൻ ഇത്രയും കൊല്ലം രാഷ്ട്രീയക്കാരനായി നടന്നിട്ടും ഇതുവരെ പലതും പഠിച്ചിട്ടില്ല. പക്ഷേ ഇവൾക്ക് പൊളിറ്റിക്സിൽ എല്ലാ ട്രിക്കും അറിയാം. മിടുക്കി. അത് പിന്നെ അറിയാതിരിക്കുക ഏട്ടാ. ഈ നിൽക്കുന്നതേ ആരുടെ മോളാ? ആരുടെ കൊച്ചുമോളാ? പക്ഷേ മഹാദേവ വർമ്മ സാറിന് രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും അറിയില്ല. മഹാധൈര്യശാലിയായിരുന്നു. എന്ത് ധൈര്യശാലിയാണെങ്കിലും അയാളെ തീർത്തത് ഞാനാടാ. അജ്ഞാത വാഹനമിടിച്ച് ദമ്പതികൾ മരിച്ചു. ഇടപ്പഴഞ്ഞി വട്ടിയൂർക്കാവ് റോഡിൽ അജ്ഞാത വാഹനമിടിച്ച് ദമ്പതികൾ മരിച്ചു. മോളെ, ഇത് നമ്മൾ അല്പം മുമ്പ് കണ്ട ആക്സിഡന്റ് ന്യൂസ് അല്ലേ? അതെ. മരിച്ച ദമ്പതികൾ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അയ്യോ അച്ഛാ, ഇത് അവര് തന്നെയാ. അവര് മരിച്ചുപോയല്ലോ. ഞങ്ങൾ ഇപ്പൊ അവരെ കണ്ടിട്ട് വരുവാ. കഷ്ടായിപ്പോയി. സംഭവ സ്ഥലത്ത് CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ദമ്പതികൾ മരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. അവരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ വാഹനം മുൻ മന്ത്രി പ്രതാപ് വർമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കുന്നേ? ഇത് ചതിയായിച്ചി. ഞങ്ങൾ ആരെയും ഇടിച്ചു വീഴ്ത്തിട്ടില്ല. അജ്ഞാത ദമ്പതികളെ ഇടിച്ചിട്ട ശേഷം ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാൻ തയ്യാറാവാതെ പ്രതാപ് വർമ്മ കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ചതിയാ മോളെ, വൻ ചതി.